ഞങ്ങൾ ഈ മിഥുൻ റോയിയുടെ പശ്ചാത്തലം ഒന്ന് തിരിഞ്ഞു. CPI പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും മിഥുൻ റോയിക്ക് മേൽ കേസുകൾ ഉണ്ടായിരുന്നു. അതിലൊരു കേസ് 2024 രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൽ ഇങ്ങനെയാണ് FIR. പ്രതികൾക്ക് ആവലാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 28/4/2024 ഉച്ചയ്ക്ക് 2:30 3 മണിക്കുമിടയ്ക്കുള്ള സമയം നെട്ടയം ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന ആവലാതിക്കാരന്റെ കാലിൽ ഒന്നാം പ്രതി ഓടിച്ചും 2 മുതൽ 4 വരെ പ്രതികൾ സഞ്ചരിച്ചും വന്ന മാരുതി കാർ, അതായത് ഈ മിഥുൻ അടക്കമുള്ളവർ സഞ്ചരിച്ചു വന്ന മാരുതി കാർ കയറ്റുകയും ഇത് ചോദ്യം ചെയ്ത ആവലാതിക്കാരനെ 1 മുതൽ 4 വരെ പ്രതികൾ ചീത്ത വിളിച്ചും മർദ്ദിച്ചും മേൽ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് 2024 രജിസ്റ്റർ ചെയ്ത FIR പറയുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ടല്ല ഈ മിഥുൻ റോയി ഒരു കേസിൽ പെടുന്നത്. ഇനി സ്വന്തം നാട്ടിൽ, മിഥുൻ റോയിയുടെ സ്വന്തം നാട്ടിൽ നാട്ടുകാർ വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡ് കാണും. മദ്യലഹരിയിൽ വാഹനത്തിൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതാണ്, പക്ഷെ അന്നും അദ്ദേഹം പോലീസ് സേനാംഗമാണ്. മദ്യലഹരിയിൽ വാഹനത്തിൽ പോലീസുകാരൻ്റെ സ്ഥിരം അഴിഞ്ഞാട്ടം, നെട്ടയത്തെ നാട്ടുകാരുടെ ജീവനാപത്തിൽ, ചോദ്യം ചെയ്താൽ നാട്ടുകാർക്ക് മർദ്ദനം എന്നാണ് മിഥുൻ റോയിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടെന്നാണ് നാട്ടുകാർ ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. ഇത് സ്വന്തം നാട്ടിൽ വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഫ്ലെക്സ് ബോർഡാണ് താൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കൂടാതെ ഞങ്ങൾ മിഥുൻ റോയിയെക്കുറിച്ച് അന്വേഷിച്ചു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മിഥുൻ റോയിയുടെ അയൽവാസിയുടെ പ്രതികരണം ലഭിച്ചു. പലരും ഒരേപോലെയാണ് മിഥുൻ റോയിയെക്കുറിച്ച് സംസാരിച്ചത്. പേടിച്ചാണ് ജീവിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിഥുൻ റോയിയെ പേടിച്ചു. നാട്ടുകാരെന്നുള്ള രീതിക്ക് അവൻ അലിമ്പാണ്, അവൻ മദ്യപാനിയാണ്. ഇവിടെ അവൻ പോലീസ് എന്നുള്ള അഹങ്കാരം, കുറേ കൂട്ടുകാരെയും കൊണ്ട് മദ്യപിച്ച് ഇവിടെ വേണ്ട പ്രശ്നം തന്നെ അവനെ കൊണ്ട് ശല്യമാണ്. നേരത്തെയും പ്രശ്നം ഉണ്ടായി, ഒരുപാട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പേടിച്ചാണ് ജീവിക്കുന്നത്. ഇതിനെ പോലെയുള്ളതാണ്, പേടിച്ച് ജീവിച്ചാലേ പറ്റും. അവന് ഗുണ്ടകളുണ്ട്, കുറേ പയ്യന്മാരുണ്ട്. ഇപ്പം പെയ്യേ ഉള്ളൂ 7 പേര്. ഇനി SFI പ്രവർത്തകരെ പിന്തുണച്ച് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല മാളിലും കിട്ടുമെന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇങ്ങനെയാണ്, ആ വാർത്തയിലെ വസ്തുത എന്താണ്? ലോകമെങ്ങും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ചെറുപ്പക്കാരൊക്കെ, പ്രത്യേകിച്ച് ജെൻസി തലമുറയാകെ ആഘോഷരാവിലെ ലഹരി നുണയുന്ന ഒരു രാവിൽ ഒരു ചെറുപ്പക്കാരൻ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് അവന്റെ ഉപജീവനം തേടി ജോലിക്ക് പോകുന്നു. അവിടെ പരിപാടിയുടെ ഇടയിൽ സംഘർഷമുണ്ടാവുന്നു. താൻ മൈക്ക് ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടും ഒരു പോലീസുകാരൻ അവന്റെ തലക്കടിച്ചു വീഴ്ത്തുന്നു, അതും നൊന്തുപെറ്റ അമ്മയുടെ മുന്നിൽ വെച്ച്. മകൻ അടികൊണ്ട് ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് ഓടി വന്ന അമ്മയുടെ നിലവിളിയും പ്രതികരണവും പൊതുസമൂഹം കണ്ടതാണ്. ഉപജീവനം തേടിപ്പോയ ചെറുപ്പക്കാരൻ ദിവസങ്ങളോളം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. തലയ്ക്ക് ലാത്തികൊണ്ടടിച്ച ആ അടി അവന്റെ ജീവൻ പോലും പോകത്തക്ക വിധത്തിലുള്ള അടിയായിരുന്നു. അടികൊണ്ട ചെറുപ്പക്കാരൻ ബോധരഹിതനായി വീഴുന്നതും വീഡിയോയിൽ കാണാം. കാക്കിയും ലാത്തിയും ഉണ്ടെന്ന ധാർഷ്ട്യത്തിൽ ചെറുപ്പക്കാരുടെ മെക്കിട്ട് കയറുന്ന കാക്കിയിട്ട തെമ്മാടികൾക്കുള്ള മറുപടിയാണ് ഈ അടിയെന്നാണ് എൻ്റെ അഭിപ്രായം. വിനയ് പ്രകാശ് ന്യൂ ഇയറിന് പോയത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ആയിരുന്നില്ല. അവിടെ നടന്നതും വിദ്യാർത്ഥി പ്രസ്ഥാനവും പോലീസും തമ്മിലുണ്ടായ സംഘർഷവും ആയിരുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ് വാസ്തവം. KSUവിന്റെ നേതാവിന് തന്നെ SFIയിലെ ഈ പ്രവർത്തകരെ അനുകൂലിച്ച് രംഗത്തെത്തണമെന്നുണ്ടെങ്കിൽ അവിടെ അന്ന് നടന്ന ആ അടി യഥാർത്ഥത്തിൽ പോലീസിന്റെ എല്ലാ മാനുവലും ലംഘിച്ചുകൊണ്ടുള്ള അടിയായിരുന്നു എന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, സ്വന്തം നാട്ടിൽ മിഥുനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലും ആ രീതിയിലുള്ള മറുപടിയാണ് ലഭിക്കുന്നതെങ്കിൽ, ഇവിടെ ഈ മാളിൽ വെച്ചുണ്ടായ അടിയിൽ ഇടിവെള്ളയൂരി ഇടിക്കാൻ വരുന്ന മിഥുനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് മിഥുനെ പൂർണ്ണമായും നമുക്ക് ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ നിരപരാധിയാണെന്ന് പറയാൻ കഴിയില്ല.